Good morning everyone. Welcome back to MTM Campus Educational Channel. Today we discuss the topic of techniques of costing. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ടൈപ്സ് ഓർ ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സ് ഓർ കോസ്റ്റിംഗ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ കോസ്റ്റിങ്ങിൽ വരുന്ന കുറച്ച് ടെക്നിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, ഡയറക്റ്റ് കോസ്റ്റിംഗ്, ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്, യൂണിഫോം കോസ്റ്റിംഗ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഫസ്റ്റ് വൺ, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അബ്സോർബ് ചെയ്യാണ്, എല്ലാ കോസ്റ്റിനെയും അബ്സോർബ് ചെയ്യാണ്. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു സർവീസസിൻ്റെ മുകളിൽ, ഒരു ജോബിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൻ്റെ മുകളിൽ എല്ലാ തരത്തിലുള്ള കോസ്റ്റും ചാർജ് ചെയ്യണമെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ബോത്ത് വേരിയബിൾ ആൻഡ് ഫിക്സഡ് ചാർജസ്. വേരിയബിൾ കോസ്റ്റും അതേപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റും ഒരുപോലെ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ അത്തരം കോസ്റ്റിനെ പറയുന്ന പേരാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് അപ്പോൾ എന്താണ്? പ്രൊഡക്റ്റിൻ്റെ മുകളിൽ അല്ലെങ്കിൽ സർവീസിൻ്റെ മുകളിൽ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും ചാർജ് ചെയ്യുക അല്ലെങ്കിൽ എല്ലാ കോസ്റ്റും ചാർജ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. രണ്ടാമത്തത് മാർജിനൽ കോസ്റ്റിംഗ്. എന്താണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൻ്റെ മുകളിൽ, ഒരു ജോബിൻ്റെ മുകളിൽ, എന്തായിക്കോട്ടെ അതിൻ്റെ മുകളിൽ ഓൺലി വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ അത്തരം കോസ്റ്റിനെ പറയുന്ന പേരാണ് മാർജിനൽ കോസ്റ്റിംഗ്. ഇതിന് വേറൊരു പേരും കൂടിയും പറയും, വേരിയബിൾ കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചാർജിങ് ഓൺലി വേരിയബിൾ കോസ്റ്റ് ടു പ്രൊഡക്ട്സ്, ഓപ്പറേഷൻസ് ആൻഡ് പ്രോസസ്സസ്. പ്രൊഡക്റ്റിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ്റെ മുകളിൽ അല്ലെങ്കിൽ പ്രോസസ്സിൻ്റെ മുകളിൽ വേരിയബിൾ കോസ്റ്റ് മാത്രം ചാർജ് ചെയ്യണമെങ്കിൽ അതിന് പറയുന്ന പേര് മാർജിനൽ കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വേരിയബിൾ കോസ്റ്റിംഗ്. ഇതിന് വേറൊരു പേര് പറയുന്നത് വേരിയബിൾ കോസ്റ്റിംഗ് എന്നാണ്. മൂന്നാമത്തത് ഡയറക്റ്റ് കോസ്റ്റിംഗ്. എന്താണ് ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റിൻ്റെ മുകളിൽ അല്ലെങ്കിൽ സർവീസിൻ്റെ മുകളിൽ, ജോബിൻ്റെ മുകളിൽ, പ്രോസസ്സിൻ്റെ മുകളിൽ ഡയറക്റ്റ് കോസ്റ്റ് ആണ് ചാർജ് ചെയ്യുന്നത്. ഓൾ ഡയറക്റ്റ് കോസ്റ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡയറക്റ്റ് കോസ്റ്റിംഗ്. അതിൽ എല്ലാ വേരിയബിൾ കോസ്റ്റും ഇൻക്ലൂഡഡ് ആയിരിക്കും, എന്നാൽ കുറച്ച് ഫിക്സഡ് കോസ്റ്റ് മാത്രമേ ഇൻക്ലൂഡഡ് ആവുള്ളൂ. എല്ലാ വേരിയബിൾ കോസ്റ്റും ഡയറക്റ്റ് കോസ്റ്റിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്, പക്ഷേ എല്ലാ ഫിക്സഡ് കോസ്റ്റും ഇൻക്ലൂഡഡ് ആവില്ല, കുറച്ച് ഫിക്സഡ് കോസ്റ്റേ എടുക്കുള്ളൂ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ എല്ലാ ഡയറക്റ്റ് കോസ്റ്റും ചാർജ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേര് ഡയറക്റ്റ് കോസ്റ്റിംഗ്. ദ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആർ എക്സ്ക്ലൂഡഡ് ആൻഡ് റിട്ടേൺ ഓഫ് എഗെയിൻസ്റ്റ് ദ പ്രോഫിറ്റ് ഓഫ് ദി പീരിയഡ് ഇൻ വിച്ച് ദേ അറൈസ്. അതായത് ഈ കോസ്റ്റിങ്ങിൽ, അതായത് ഡയറക്റ്റ് കോസ്റ്റിങ്ങിൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഒരിക്കലും എടുക്കില്ല. ഇൻഡയറക്റ്റ് കോസ്റ്റ് ഇതിൻ്റെ മുകളിൽ ചാർജ് ചെയ്യില്ല. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് അത് എന്താ ചെയ്യുക? ആ കൊല്ലത്തെ പ്രോഫിറ്റിൽ നിന്ന് റിട്ടേൺ ഓഫ് ചെയ്യുകയാണ് ചെയ്യുക ഇൻഡയറക്റ്റ് കോസ്റ്റിനെ. അല്ലാതെ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഡയറക്റ്റ് കോസ്റ്റിൽ ഒരിക്കലും എടുക്കില്ല. നാലാമത്തത് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്. ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് കോസ്റ്റ് ഉണ്ടാവും. നമ്മളുടെ മുന്നിൽ രണ്ട് തരത്തിലുള്ള കോസ്റ്റുകൾ ഉണ്ടാവും. അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ്, വിച്ച് ഓൾട്ടർനേറ്റീവ് ഇസ് ബെസ്റ്റ് എന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്തിട്ട് എടുക്കുന്ന ടെക്നിക്കാണ് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ രണ്ട് മെത്തേഡ്സിലൂടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാം. രണ്ടിനും രണ്ട് കോസ്റ്റാണ്. അതിൽ ഏറ്റവും നല്ല കോസ്റ്റുള്ള, ഏറ്റവും ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും ഏറ്റവും നല്ല കുറഞ്ഞ കോസ്റ്റുമുള്ള കോസ്റ്റിംഗ് ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുക. അവിടെ നമ്മൾ രണ്ട് കോസ്റ്റിനെ കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേര് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് ദ ടെക്നിക് ഓഫ് കമ്പയറിംഗ് കോസ്റ്റ് ഓഫ് ടു ഓൾട്ടർനേറ്റീവ്സ് ഫോർ ദ പർപ്പസ് ഓഫ് ഡിസൈഡിങ് വിച്ച് ഓൾട്ടർനേറ്റീവ് ഇസ് ദി ബെസ്റ്റ്. നമ്മളുടെ മുന്നിലുള്ള രണ്ട് ഓൾട്ടർനേറ്റീവ്സിൻ്റെ കോസ്റ്റ് കമ്പയർ ചെയ്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്. അഞ്ചാമത്തത് യൂണിഫോം കോസ്റ്റിംഗ്. യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ എവിടെ നോക്കിയാലും
നമ്മൾ ഒരൊറ്റ കോസ്റ്റിംഗ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് യൂണിഫോം കോസ്റ്റിംഗ് എന്ന്. സെയിം പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ സെയിം പ്രാക്ടീസസ്, സെയിം മെത്തേഡ്സ് എല്ലായിടത്തും ഒരേപോലെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് സെയിം കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ്, പ്രാക്ടീസസ് ആൻഡ് മെത്തേഡ്സ് ബൈ സെവറൽ അണ്ടർടേക്കിങ്സ് ഫോർ എ കോമൺ കൺട്രോൾ ഓർ കമ്പാരിസൺ ഓഫ് കോസ്റ്റ്. കോസ്റ്റ് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു കമ്പനിയുടെ എല്ലാ ഏരിയയിലും അല്ലെങ്കിൽ എവിടെ നോക്കിയാലും ഒരു കോസ്റ്റിംഗ് മെത്തേഡ്, സെയിം കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ്, സെയിം കോസ്റ്റിംഗ് പ്രാക്ടീസസ്, സെയിം കോസ്റ്റിംഗ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേര് യൂണിഫോം കോസ്റ്റിംഗ് എന്നാണ്. 6th പോയിന്റ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾക്ക് വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ്, ആക്ച്വലി എത്രയാണോ ആ പ്രോഡക്റ്റിന് ഇൻകർ ചെയ്തിട്ടുള്ള കോസ്റ്റ് ഇൻകർ ആയിട്ടുള്ളത് അത് തന്നെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ആഫ്റ്റർ ദേ ഹാവ് ബീൻ ഇൻകേർഡ്. ഇത് നമ്മൾക്ക് സംഭവിച്ചതിന് ശേഷം, ഒരു കോസ്റ്റ് നമുക്ക് സംഭവിച്ചതിന് ശേഷമാണ് അത് അസർട്ടൈൻ ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേര് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്നാണ്. നമ്മൾ മൊബൈൽ വാങ്ങിച്ചതിന് ശേഷം അതിൻ്റെ കോസ്റ്റ് എഴുതി റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് നമുക്ക് പറയാം. അത് വാങ്ങിച്ചതിന് ശേഷം അതിൻ്റെ ആക്ച്വൽ വില എന്താണോ അത് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയാം. 7th പോയിന്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതിന് ശേഷം നമ്മളൊരു ആക്ച്വൽ ആയിട്ടുള്ള കോസ്റ്റ് നമ്മൾ കണ്ടെത്തുന്നു. ആദ്യം സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നു, ദെൻ ആക്ച്വൽ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു, ദെൻ ആക്ച്വൽ കോസ്റ്റും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അതിന് മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു. അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് കമ്പയറിങ് ആക്ച്വൽ കോസ്റ്റ് വിത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റുമായിട്ട് നമ്മൾ ആക്ച്വൽ കോസ്റ്റിനെ കമ്പയർ ചെയ്യുന്നു. അനലൈസിങ് വേരിയൻസസ്, നമ്മളുടെ മുന്നിലുള്ള വേരിയൻസിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ആൻഡ് ടേക്കിംഗ് റെമഡിയൽ ആക്ഷൻസ്, അതിന് ശേഷം നമ്മൾ റെമഡിയൽ ആക്ഷൻ എടുക്കുന്നു. ഇഫ് നെസസറി, ആവശ്യമെങ്കിൽ, അതായത് എന്തെങ്കിലും തരത്തിൽ ഇതിനിടയിൽ ഈ കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അതിനുള്ള റെമഡിയൽ ആക്ഷൻ ആവശ്യമാണെങ്കിൽ എടുക്കുന്നു. കോസ്റ്റിംഗ് ടെക്നിക്സ് ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്. കോസ്റ്റിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻ്റ് ആണ്, അത് ഇൻഡിപെൻഡൻ്റ് അല്ല. അത് എന്തിനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്? മെത്തേഡ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ദേ ആർ യൂസ്ഡ് അലോങ് വിത്ത് വേരിയസ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. ഈ ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുമായിട്ട് യോജിപ്പിച്ചിട്ടാണ് അത് യൂസ് ചെയ്യാറുള്ളത്. കോസ്റ്റിംഗ് ടെക്നിക്സും കോസ്റ്റിംഗ് മെത്തേഡ്സും ഒരുമിച്ച് കൊണ്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ കോസ്റ്റിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് നോട്ട് ഇൻഡിപെൻഡൻറ്റ്, ഇറ്റ് ഈസ് എ ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാനുള്ളത്. ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ആണ് നമ്മൾ പഠിച്ചത്. 7 പോയിന്റ് പറഞ്ഞു. ഏതൊക്കെയാണ് ആ പോയിന്റുകൾ? അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, ഡയറക്റ്റ് കോസ്റ്റിംഗ്, ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്, യൂണിഫോം കോസ്റ്റിംഗ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. Thank you for watching this video.